പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെയോ UDF-നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? പ്രൂവഡ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത്? അതൊന്ന്. Welfare pensions increased to 3,000 rupees a month. അപ്പോൾ 18 മാസം വരെ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, അതും 600 രൂപ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, കഴിഞ്ഞ തവണ 6000 രൂപ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ തരും എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, കഴിഞ്ഞ 18 മാസം വരെ കുടിശ്ശിക വരുത്തിയ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും 600 രൂപ 32 ലക്ഷം ആളുകൾക്ക് കൊടുത്ത UDF സർക്കാർ 18 മാസത്തെ കുടിശ്ശിക വരുത്തുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം 1 രൂപയുടെ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന LDF സർക്കാർ ഭാഗത്ത് നിൽക്കുമ്പോൾ the first guarantee is a free bus travel for all women in KSRTC buses. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTC-യുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാട് മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTC വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പൊ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു?